ആഭ്യന്തര വകുപ്പിന്റെ കോഴിക്കോട്ടെ റീജിയണൽ കെമിക്കൽ പരിശോധനാ ലബോറട്ടറിയിൽ സാമ്പിളുകൾ കെട്ടിക്കിടക്കുന്നു. ആവശ്യത്തിന് അനലിസ്റ്റുകൾ ഇല്ലാത്തതും കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങളുമാണ് സാമ്പിളുകൾ കെട്ടിക്കിടക്കാൻ കാരണമായിട്ടുള്ളത്. 5 വർഷത്തിനുള്ളിൽ 42,000-ലധികം സാമ്പിളുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഈ വർഷം മാത്രം 10,000 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എത്തിയത്. എറണാകുളത്തോ തിരുവനന്തപുരത്തുള്ള റീജിയണൽ ലാബിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ് കോഴിക്കോട്ടെ ലാബിലുള്ളത്. സാനിയോ മനോമി നൽകും വിവരങ്ങൾ. സാനിയോ, പല കേസുകളിലും ഏറ്റവും നിർണായകമാണ് ഈ ശാസ്ത്രീയ പരിശോധന എന്നുള്ളതാണ്. ആയിരക്കണക്കിന് സാമ്പിളുകൾ വരുമ്പോൾ അതൊന്നും തന്നെ പരിശോധിച്ച് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം, അത് ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. കേസുകളുടെ ഒരു മെല്ലെപ്പോക്കിലേക്ക് വരെ കാര്യങ്ങൾ നയിക്കുന്നതുമാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം? ഇതിൽ നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും എന്താണ് ഒരു പരിഹാരം ഉണ്ടാകാത്തത്? നിരവധി തവണ ഈ ലാബുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മലബാർ റീജിയണിലെ 5 ജില്ലകളെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ 5 ജില്ലകളിലെയും കേസുകളുടെ സാമ്പിളുകൾ പോകുന്ന ലാബാണ് കോഴിക്കോട് റീജിയണൽ കെമിക്കൽ ലാബ് എന്ന് പറയുന്നത്. ഇവിടെ നിലവിൽ ഇപ്പോൾ 7 അനലിസ്റ്റുകളുടെ കുറവാണുള്ളത്. അതായത് ഉള്ള അനലിസ്റ്റുകൾക്ക് തന്നെ ഈ മെഷീനുകൾ വളരെ കാലപ്പഴക്കം ചെന്നതായതിനാൽ പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നും ലാബ് അധികൃതർ നമ്മളോട് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലായി 42,000-ൽ പരം കേസുകളാണ് ഈ ലാബിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 5 മാസത്തിനിടെ മാത്രം 10,000-ഓളം സാമ്പിളുകൾ ഇവിടെ എത്തിയതും ഇതുവരെ പരിശോധിക്കാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ അടക്കം വരുമ്പോൾ, അതായത് പീഡന കേസുകൾ, കൊലപാതക കേസുകൾ അടക്കം വരുമ്പോൾ ഇതിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കണമെങ്കിൽ ഈ ലാബിൽ ആളില്ലാത്തതും കേടായ ഉപകരണങ്ങളും ഒക്കെ കൊണ്ട് പരിശോധിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല, നിയമരംഗത്തെ വിദഗ്ധരടക്കം പറയുന്നത് ഇത്തരത്തിൽ ലാബിലെ റിസൾട്ട് കിട്ടാൻ വൈകിയാൽ അത് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകാനും ഇതുവഴി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാനും കേസിലെ സാക്ഷികളെ അടക്കം സ്വാധീനിച്ച് കേസ് തേഞ്ഞുമാഞ്ഞു പോകാനും അടക്കം കാരണമാകുന്നു എന്നാണ്. ഏതായാലും ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഈ ലാബ്, റീജിയണൽ അനലിറ്റിക്കൽ ലാബ് പ്രവർത്തിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആളുകളെ ഇവിടേക്ക് നിയമിക്കുകയും അതുപോലെ കേടായ ഉപകരണങ്ങളും കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങൾക്കൊക്കെ പകരം പുതിയ ഉപകരണങ്ങൾ എത്തിക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യം. ശരി, ഏതായാലും ഗുരുതരമായൊരു പ്രശ്നമാണ് സാനിയോ മനോമി ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ പ്രതിസന്ധി തന്നെ ഈ ലാബിലുണ്ട്. എറണാകുളത്തെയോ തിരുവനന്തപുരത്തെയോ റീജിയണൽ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കോഴിക്കോട്ടെ ലാബിലുള്ളത്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് സാനിയോ പറയുന്നത്.